ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെറസിൽ നട്ടിരിക്കുന്ന കാച്ചിലിൻ്റെയും ചെറുകിഴങ്ങിൻ്റെയും വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിനു മുൻപും ടെറസിലെ കൃഷിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 15 വർഷത്തിൽ കൂടുതലായി ഈ ടെറസിലെ കൃഷി തുടങ്ങിയിട്ട്. ആദ്യമെല്ലാം വെജിറ്റബിൾസ് ആണ് കൃഷി ചെയ്തിരുന്നത്. ഈ ടെറസിന് മുകളിൽ തന്നെ 3 വലിയ മാവും ഉണ്ടായിരുന്നു. അതിൽ നിറയെ മാങ്ങകളും കായ്ച്ചിട്ടുണ്ട്. മാവ് മാത്രമല്ല, സപ്പോട്ട, പേര, വാഴ എല്ലാ കൃഷിയും ഈ ടെറസിൽ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പടവലവും പപ്പായയും പേരയും കാച്ചിലും ചെറുകിഴങ്ങും മഞ്ഞളുമാണ് മെയിനായിട്ടുള്ളത്. ഇന്ന് ചെറുകിഴങ്ങും കാച്ചിലും വിളവെടുക്കാനാണ് വന്നിരിക്കുന്നത്. ഈ ടെറസിൽ തന്നെ ചെറിയൊരു കോഴിക്കൂടുമുണ്ട്. അവിടെ കോഴിയും വളർത്തുന്നുണ്ട്. ഈ കൃഷിക്ക് ആവശ്യമായ വളമെല്ലാം കോഴിക്കൂട്ടിൽ നിന്നാണ് കിട്ടുന്നത്. മഞ്ഞൾ വെട്ടാറായപ്പോ ഓ ഇതെന്തോന്ന് കാച്ചില ചെറുകിഴങ്ങ് ഇത് ചെറുകിഴങ്ങാണ്. എന്ത് 3 വർഷം ആവുമ്പോ മുക്കിഴങ്ങാവണല്ലേ? ആവില്ലേ? അപ്പൊ വലുത് ഇങ്ങനെ കാണുന്നതാ കടകളിലൊക്കെ? അത് വിനം വേറെ. അത് കാച്ചില്ല അപ്പ അല്ലെങ്കിൽ ഇതൊന്നും എടുക്കില്ല. ഇനി ഇതിപ്പം ഇത് പൊടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. ഇത് മഞ്ഞളിൻ്റെ ഒരു കഷ്ണമാണ്. വലിപ്പമുണ്ടല്ലേ ഇപ്പം? ഓ ഇത് കാച്ചില്ല, അതാ ചെറുകിഴങ്ങി തന്നെ അല്ലേ?
ആ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇത്ര നീളം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള നട്ടതാണ് ഇത്. ഇതും വലിപ്പമുണ്ട്. അഴിപ്പോയല്ലേ? അല്ലേ? അയ്യോ പോയല്ലേ അത്? അത് ഈ മഴ നിന്ന് പെയ്തത്. നോക്ക്. കാണാമോ? സാധനം കണ്ടതായിരിക്കണ ഇവിടെ കണ്ടെന്ന് ഇതാണ് ഈ ഇരിക്കണേന്ന് ഇതാ ഇരിക്കണാണെന്ന് പ്രാക്ടീസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ എടുത്ത്, അതൊന്നും കുഴപ്പമില്ല. ഇത് കാച്ചിലാണ്. ഇത് കാച്ചില്. കാച്ചിൽ വലിയ സാധനമല്ലേ? ടെറസിൽ നടുമ്പോ അതിന്റെ വലിപ്പം വരും. പൊട്ടിയാ വേറെ തയ്യാറി അവിടെ ഇരിക്കണില്ലേ? നിങ്ങൾ ആക്കിയപ്പോ അല്ലേ ഇവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ ചേട്ടാ? ഉണ്ടെന്ന് അപ്പൊ ചിത്രേ ഉള്ളൂ പൊട്ടിയിരിക്കണ. ഇതരും അത് വ്യത്യാസം ഉണ്ട്. വയലറ്റ് കളറാണ്. വയലറ്റ് അല്ല, കൊള്ളാല്ലേ? അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. ചെറുകിഴങ്ങെല്ലാം എടുക്കട്ടോ. എന്തൊക്കെ സാധനം നിങ്ങൾക്ക് തന്നെ അറിയാം. ചെറുകിഴങ്ങ്, അത് കാച്ചില്, ഇന്ന് ചെറുകിഴങ്ങാണ് വേവിക്കാൻ പോകുന്നത്. അത് നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്താണ് വേവിക്കുന്നത്. ചെറുകിഴങ്ങ് എത്രയാണോ ഉള്ളത് ആ ലെവൽ വരെ വെള്ളമൊഴിച്ചാണ് വേവിക്കാൻ വെക്കുന്നത്. ഇത് നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് അധികം സമയമെടുത്തു വെന്ത് വരാൻ. ഇത് കഴിക്കാൻ ചെറിയ ഉള്ളിയും ഒടങ്കല്ലി മുളകും വെച്ച് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഒടങ്കൊല്ലി മുളവിന് നല്ല എരിവ് മാത്രമല്ല ഒരു പ്രത്യേക മണവുമുണ്ട്. രണ്ട് മുളക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ചതച്ചതിന് ശേഷം ഒരല്പം പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളിയും ചേർത്ത് അതും ചതച്ചെടുക്കാം.
അവസാനം അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വളരെ രുചികരമായ ഉടങ്കല്ലി മുളക് ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഉടങ്കൊല്ലി മുളകിന് പകരം ഇതുപോലെ തന്നെ കാന്താരി മുളകും ചേർത്ത് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാം. ചെറുകിഴങ്ങും വെന്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.